Now we are in Genesis chapter 6 through 9. നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലാകുന്നു. In these chapters you can read about a man called Noah. ഈ അധ്യായങ്ങളിൽ നാം ഒരു ദൈവപുരുഷനെ പരിചയപ്പെടുന്നു. അവന്റെ പേരാകുന്നു നോഹ. And about the flood also. തന്റെ തലമുറയിൽ ദൈവം കൊടുത്ത ജലപ്രളയത്തെക്കുറിച്ച് നാം വായിക്കുന്നു. So what can we know about God? What can we know about God through the story of Noah and the flood happened in his generation? നോഹയുടെ ജീവചരിത്രത്തിലൂടെയും തന്റെ തലമുറയിൽ ദൈവം അയച്ച ജലപ്രളയത്തിലൂടെയും നാം ദൈവത്തെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? How God has revealed himself. What can we know about God, the nature of God in these chapters? ഈ അധ്യായങ്ങളുടെ ദൈവത്തിന്റെ പ്രകൃതത്തെയും ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തെയും കുറിച്ച് നാം എന്തൊക്കെയാണ് പഠിക്കുന്നത്? We learned a few things about God last Sunday. കഴിഞ്ഞ ഞായറാഴ്ച നാം അല്പമായി ചിലത് ചിന്തിച്ചു. I will just remind those things and proceed in my message. ഞാൻ ചിലത് അതിനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് എന്റെ പ്രസംഗത്തിൽ തുടരുവാൻ ആഗ്രഹിക്കുകയാണ്. The first thing what we learned last Sunday is our God is a God who grieves over sin and the wickedness of mankind. നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചു കഴിഞ്ഞത് നമ്മുടെ ദൈവത്തിന്റെ പ്രകൃതത്തെക്കുറിച്ച് അവൻ പാപത്തിലും ദുഷ്ടതയിലും ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നു എന്നുള്ളതാകുന്നു. That's the theme all through the Bible we can read. തിരുവെഴുത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഒരു മുഖ്യമായ ആശയം എന്ന് പറയുന്നത് അതാകുന്നു. This was not the only portion that has written about this thing. ഈ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏക ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. Our God grieves over sin and wickedness of man. പാപത്തെയും മാനവരാശിയുള്ള ദുഷ്ടതയെയും ഓർത്ത് ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നു. It is a repeated theme in the word of God. തിരുവെഴുത്തിൽ അങ്ങോളം ഇങ്ങോളം ആവർത്തിക്കപ്പെടുന്ന ഒരു മുഖ്യ ആശയം എന്ന് പറയുന്നത് അതാകുന്നു. We can read that God grieved over the sins of Sodom and Gomorrah. സോദോമിന്റെയും ഗൊമോറയുടെയും ദുഷ്ടപ്രവൃത്തികളെ ഓർത്ത് ദൈവം ദുഃഖിച്ചു എന്ന് നാം വായിക്കുന്നു. We read God grieved over the sins of Israel in Old Testament. ഇസ്രായേൽ ജനത്തിന്റെ ദുഷ്ടതയെ ഓർത്ത് പഴയ നിയമത്തിൽ ദൈവം ദുഃഖിച്ചതായി നാം വായിക്കുന്നു. In the book of Jonah we read about God grieved about the sin of Nineveh. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിനവെ പട്ടണത്തിന്റെ പാപത്തെ ഓർത്ത് ദൈവം അനുതപിച്ചതായി നാം വായിക്കുന്നു. In the New Testament we read that God Jesus grieved about the sins of Capernaum, Chorazin and Jerusalem. പുതിയ നിയമത്തിൽ യെരുശലേമിനെയും കൊരസീനെയും കഫർനഹൂമിന്റെയും പാപത്തെ ഓർത്ത് ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായ യേശുക്രിസ്തു ദുഃഖിക്കുന്നതായി നാം കാണുന്നു. All these passages reveal one thing, that our God grieves over the sin and the wickedness of humanity. ഈ തിരുവെഴുത്തുകളിലൂടെയൊക്കെ നാം മനസ്സിലാക്കിയ പരമാർത്ഥം എന്ന് പറയുന്നത് മാനവരാശിയിൽ പടർന്നു പന്തലിച്ച പാപത്തെയും മനുഷ്യന്റെ ദുഷ്ടതയെയും ഓർത്ത് ദൈവം ദുഃഖിക്കുന്നു എന്നുള്ളതാകുന്നു. And then we learned അതിനുശേഷം നാം പഠിച്ചത് the God who grieves over sins now punishes sins. പാപത്തെ ഓർത്ത് ദുഃഖിച്ച ദൈവം പാപത്തെ ശിക്ഷിക്കുക കൂടി ചെയ്യുന്നു. In chapter 6 verse 7 we read God says that I'm going to punish and eradicate and wipe away the mankind. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്. മനുഷ്യന്റെ ദുഷ്ടത നിമിത്തം ദൈവം ദുഃഖിക്കുകയും മനുഷ്യനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നിൽക്കുവാൻ പദ്ധതിയിടുകയും ചെയ്തു. So there is a punishment for sin all the time. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മറന്നു കളയരുത്, പാപത്തിന് പിറകെ ദൈവത്തിന്റെ ശിക്ഷയുമുണ്ട് എന്നുള്ള കാര്യം. For every wickedness there is a punishment. ഏതൊരു ദുഷ്ടതയ്ക്കും ദൈവത്തിൽ നിന്നുള്ള ശിക്ഷാവിധിയുണ്ട്. Your wickedness will call for God's punishment in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവലംബിക്കുന്ന ദുഷ്ടത ദൈവത്തിന്റെ ന്യായവിധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. Your sin will invite God's punishment into your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുവർത്തിക്കുന്ന ദുഷ്ടത ദൈവത്തിന്റെ ന്യായവിധിക്ക് കാരണമായി തീരുന്നു. So get away from the sin and receive the blessings of God this morning. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പാപത്തെ വിട്ടോടുക, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് അംശിയായി തീരുക. And in chapter 6 we can also learn that God shows favor to those who walk in righteousness. 6 അധ്യായത്തിൽ നാം മറ്റൊരു വസ്തുത കാണുന്നത് ദൈവത്തോടുകൂടെ ഹൃദയ പരമാർത്ഥതയിൽ നടന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രീതി വർഷിക്കുന്നതായി നാം കാണുന്നു. In chapter 6 verse 9 we read like this. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. There was a man called Noah who found favor in the eyes of the Lord. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീതിമാനും നിഷ്കളങ്കനുമായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവന്റെ പേരത്രേ നോഹ. And he found favor in the eyes of the Lord. ദൈവം അവനോട് കൃപ കാണിച്ചു. He found favor in the eyes of the Lord. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ കൃപ കണ്ടെത്തി. When the whole world was living in the wickedness and sin, here is one man who is walking in the righteousness of God. മുഴു ലോകവും പാപത്തിലും ദുഷ്ടതയിലും ജീവിതത്തെ തള്ളി നീക്കിയപ്പോൾ ഒരു മനുഷ്യൻ അതിൽ നിന്നും വേർപെട്ട് ദൈവത്തിന്റെ നീതിമാർഗത്തിൽ നിഷ്കളങ്കനായി ജീവിച്ചു. Verse 9 says, Noah
Noah was a righteous man, blameless among his people, and he walked with God. 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു. And God showed his favor on that man. അത്തരം നീതിമാനും നിഷ്കളങ്കനുമായ നോഹയിൽ ദൈവം തന്റെ പ്രസാദം വർഷിച്ചു. So that shows who our God is. ഇത് കാണിക്കുന്നത് നമ്മുടെ ദൈവം ആരാകുന്നു. Our God is a God who will show his favor, his mercy, his grace upon the people who walk with him, who walk in righteousness. ദൈവത്തോടുകൂടെ നടക്കുകയും ദൈവത്തോടുകൂടെ നിഷ്കളങ്കനും നീതിമാനുമായി നടക്കുന്ന ജനങ്ങളുടെ മേൽ തന്റെ കരുണയെയും കൃപയെയും പ്രസാദത്തെയും വർഷിക്കുന്ന ഒരു ദൈവം. He will save those people from the tragedy going to happen. അവരുടെ ജീവിതത്തിൽ ഒരു ദുരന്തം കടന്നു വരുമ്പോൾ, ഒരു അപകടം കടന്നു വരുമ്പോൾ അത്തരം അപകടത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്ന ഒരു ദൈവം. And again, if you read the rest of the passages, now we can read that God partnered with Noah, the man of righteousness. തുടർന്ന് നാം വേദപുസ്തകത്തിൽ മുൻപോട്ട് പോകുമ്പോൾ കാണുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, നീതിമാനും നിഷ്കളങ്കനുമായ നോഹയോടുകൂടെ കൂട്ടാളിത്തം പുലർത്തുന്ന ഒരു ദൈവം. God decided to partner with Noah to accomplish the salvation plan of God. ആ തലമുറയിൽ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു നോഹ. In every generation, God will partner with only those who walk upright. ഏതൊരു തലമുറയിലും ദൈവത്തോടൊപ്പം നേരോടെ നടക്കുന്നവരുമായി മാത്രമേ ദൈവം തന്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടുന്ന പങ്കാളിത്തം കണ്ടെത്തുന്നുള്ളൂ. In chapter 6 verse 14 we read like this. 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. God says to Noah like this. ദൈവം നോഹയോട് ഇങ്ങനെയാണ് പറഞ്ഞത്, Make yourself an ark of cypress wood. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. Make rooms in and coat it with the pitch inside and outside. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീല് തേക്കണം. Now God is partnering with a man for the salvation of the humanity. ദൈവത്തിന്റെ രക്ഷാപദ്ധതി മനുഷ്യരെ ഉദ്ധരിക്കുവാനുള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം ഇതാ ഒരു മനുഷ്യനുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്നു. What does this show? What character of God shows this? ദൈവത്തിന്റെ ഏത് പ്രകൃതമാണ് ഇത് അനാവരണം ചെയ്യുന്നത്? Righteous will always be protected and rewarded by God. ഏത് തലമുറയിലും നീതി പ്രവർത്തിക്കുന്നവർ ദൈവത്താൽ സൂക്ഷിക്കപ്പെടും. They not only will receive the favor of God, കേവലം ദൈവത്തിന്റെ പ്രസാദം ആർജിക്കുക മാത്രമല്ല അവർ they ചെയ്യുന്നത്, will be protected and they will be rewarded. അവർ സൂക്ഷിക്കപ്പെടുകയും അവരുടെ നീതികൾക്ക് തക്കവണ്ണം മാനിക്കപ്പെടുകയും ചെയ്യും. God is reminding his church this morning. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഈ സഭയെ ഓർമ്മിപ്പിച്ച് ഉണർത്തുവാനുള്ളത്, Maybe you are the only one who live upright in your community. ഒരുപക്ഷേ നീയായിരിക്കുന്ന സമൂഹത്തിൽ നേരോടെ ജീവിക്കുന്ന വ്യക്തി, ഒരു ഏക വ്യക്തി ഒരുപക്ഷേ നീയായിരിക്കാം. Maybe you may be the only one who walk with God in your college or in your school or wherever you work. നീ ജോലി ചെയ്യുന്നിടങ്ങളിൽ, നീ പഠിക്കുന്ന കലാലയത്തിൽ, നീ പഠിക്കുന്ന സ്കൂളിൽ ഒരുപക്ഷേ ദൈവത്തോടൊപ്പം നടക്കുന്ന വ്യക്തി നീയായിരിക്കാം. That means you are the one whom with God wants to partner. ഈ പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിന് പങ്കാളിത്തം സ്ഥാപിക്കുവാൻ യോഗ്യതയുള്ള ഏക വ്യക്തി നീയാകുന്നു. And your righteousness is going to be rewarded by God. മാത്രമല്ല നിന്റെ നീതി പ്രവർത്തികൾ ദൈവത്താൽ ആദരിക്കപ്പെടുക തന്നെ ചെയ്യും. You will be protected by God. നീ ദൈവത്താൽ സൂക്ഷിക്കപ്പെടും. His grace will be a covering over your life. നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഒരു ആവരണമായി വെളിപ്പെടും. So here Noah is being used by God as an instrument of salvation in his generation. ഇവിടെ നോഹ തന്റെ തലമുറയിൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ ഒരു ഉപകരണമായി ദൈവത്തിന്റെ കരങ്ങൾ കിണങ്ങുന്ന ഒരു ആയുധമായി The പരിവർത്തിക്കുന്നു. righteous will always be protected and rewarded. നീതിമാൻ എല്ലായ്പ്പോഴും മാനിക്കപ്പെടും, എല്ലായ്പ്പോഴും സൂക്ഷിക്കപ്പെടും. And the Bible says വേദപുസ്തകം പറയുകയാണ്, Noah used to preach about the judgment of God in his generation. തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് നോഹ പ്രസംഗിച്ചു എന്ന്. Dear brothers and dear sisters, പ്രിയ സഹോദര സഹോദരി, Noah not only built an ark for salvation, രക്ഷയ്ക്ക് വേണ്ടി ജനങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി കേവലം പെട്ടകം ഉണ്ടാക്കുക മാത്രമല്ല നോഹ he ചെയ്തത്. gave an invitation to the people to come and abide in the ark of God. ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവത്തിന്റെ പെട്ടകത്തിലേക്ക് കടന്നു വന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു ആഹ്വാനവും നോഹ പുറപ്പെടുവിക്കുകയുണ്ടായി. What character of God reveals over here? ഇവിടെയെല്ലാം ദൈവത്തിന്റെ ഏത് സ്വഭാവമാണ് വെളിപ്പെട്ടു വരുന്നത്? God gives an opportunity before he sends his judgment. തന്റെ ന്യായവിധി അയക്കുന്നതിന് മുൻപായി മാനവരാശിക്ക് മുമ്പാകെ രക്ഷപ്പെടുവാനുള്ള ഒരു അവസരവും ദൈവം നിരത്തി വെക്കുന്നു. God will give an opportunity for repentance before he sends forth his judgment. തന്റെ ന്യായവിധി അയക്കുന്നതിന് മുൻപായി മാനവരാശിക്ക് മാനസാന്തരപ്പെടുവാനുള്ള ഒരു അവസരവും ദൈവം കൊടുക്കുന്നു. In the New Testament we see Noah
as a man, a preacher of righteousness. വേദപുസ്തകത്തിൽ നാം നോഹയെ പരിചയപ്പെടുന്നത് നീതി പ്രസംഗിയായിട്ടാകുന്നു. Noah preached about the righteousness of God. ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അഹോരാത്രം നോഹ പ്രസംഗിച്ചു. Noah preached about the salvation plan of God. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ കുറിച്ച് നോഹ ഇടതടവില്ലാതെ പ്രസംഗിച്ചു. Noah showed to the people, here is the ark of God. You can come and enter into the ark of God. നോഹ തലമുറയോട് വിളിച്ചു പറഞ്ഞു, അല്ലയോ ജനമേ, നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ദൈവത്തിന്റെ പെട്ടകം ഇതാ ഇവിടെ ആയിരിക്കുന്നു. Before God sends a judgment to the world, He will give an opportunity for repentance. ദൈവം തന്റെ ശിക്ഷാവിധി മാനവരാശിയിലേക്ക് ചൊരിയുന്നതിന് മുൻപായി ഒരു മാനസാന്തരത്തിനുള്ള അവസരം കൂടെ ദൈവം നൽകും. Maybe this church service is God's opportunity for your repentance. എന്തിനധികം പ്രിയരെ, ഈ സഭായോഗത്തിൽ കൂടെ ദൈവം നിങ്ങൾക്ക് ഒരു മാനസാന്തരത്തിനുള്ള അവസരം തരികയാണ്. He is calling you to repent over your sins and turn away from your sinful life. ഇന്ന് പകൽക്കാലവും ദൈവം നിങ്ങളോട് മനസ്സലിവ് കാണിച്ച് നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാനുള്ള അവസരം തരുന്നു. നിങ്ങളായിരിക്കുന്ന പാപത്തെ വിട്ട് നന്മയിലേക്ക് നടക്കുവാൻ ദൈവം നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. God's words of righteousness is hitting your ears so that you can turn away from your sinful life and serve the living God. ദൈവത്തിന്റെ നീതിയുള്ള വചനങ്ങൾ നിങ്ങളുടെ കാതുകളെ കൂർച്ചിച്ചുകൊണ്ട്, കാതുകളെ തുളച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, പാപവഴികളെ വിട്ട് ദൈവത്തിന്റെ നീതിയിലേക്ക് പ്രവേശിക്കുക. God is a respect of persons, so He gave opportunity for every person living in the generation of Noah. നോഹയുടെ തലമുറയിൽ മുഖപക്ഷം കൂടാതെ ദൈവം എല്ലാവർക്കും ഒരുപോലെ അവസരം കൊടുത്തു. The door of salvation is open for all. എല്ലാവർക്കും മുമ്പാകെ രക്ഷയുടെ വാതിലുകൾ തുറന്നു കിടന്നു. The door of opportunity is for all. അവസരത്തിന്റെ വാതായനങ്ങൾ എല്ലാവർക്കും മുൻപാകെ That's തുറന്നു. why gospel is preached through all media to the world. അതുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളിലൂടെയും ദൈവത്തിന്റെ സുവാർത്ത ലോകത്തോട് അറിയിച്ചു Because our കൊണ്ടിരിക്കുന്നത്. God is a gracious കാരണം God. നമ്മുടെ ദൈവമുണ്ടല്ലോ, അവിടുന്ന് കരുണാമയനായ He doesn't ദൈവമാകുന്നു. want anyone to perish. അവൻ ആരെയും നശിപ്പിക്കുവാൻ He ആഗ്രഹിക്കുന്നില്ല. doesn't want anyone to be lost. ദൈവം ആരും നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. So He did two things over here. അതുകൊണ്ട് ദൈവം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് He ചെയ്തത്. partnered with Noah to make an ark so that people can come and get into the ark and be escaped from the flood. ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി ജനത്തിന് അഭയം പ്രാപിക്കുവാനുള്ള ഒരു പെട്ടകം ദൈവം നോഹയിലൂടെ പണിതെടുക്കുന്നു. So the ark is a so clear-cut evidence to the people, so that shows, that declares the judgment of God and the salvation plan of God. അവരുടെ കൺമുൻപിൽ പണിതീർക്കപ്പെട്ടിരിക്കുന്ന ഈ പെട്ടകം ഒരു പരമാർത്ഥം വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ന്യായവിധി പെയ്തിറങ്ങുവാൻ അധികം താമസമില്ല. And that ark declares another truth also. ആ പെട്ടകം വിളിച്ചു പറയുന്ന മറ്റൊരു പരമാർത്ഥമുണ്ട്. It's not only that it declares about the judgment, it declares about the salvation plan of God. അത് ദൈവത്തിന്റെ ന്യായവിധിയെ മാത്രമല്ല, ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയെയും അത് വിളംബരം So ചെയ്യുന്നു. Noah is preaching to his generation. തന്റെ തലമുറയിൽ നോഹ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിച്ചു. God is going to judge the wickedness of humanity. മാനവരാശിയിലെ ദുഷ്ടതയെ ദൈവം ന്യായം വിധിച്ചു. God is going to eradicate sin and sinful people. പാപികളെയും പാപത്തെയും ദൈവം ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കി. Before that, God is going to do that. Before that, repent of your sins and get into the ark. ദൈവം അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പാകെ ദൈവം അവരോട് പറഞ്ഞു, പാപപ്രവൃത്തികളെ ഓർത്ത് പശ്ചാത്തപിക്കുക. But people didn't care for it. പക്ഷേ ജനം അതിന് കാതു കൊടുത്തില്ല. They enjoyed living in sin. അവർ പാപത്തിൽ തന്നെ ജീവിക്കുന്നതിൽ സന്തോഷം They കണ്ടെത്തി. counted Noah as a foolish man. അവർ അവരുടെ തലമുറയിൽ നോഹയെ ഒരു ഭോഷനായി കണ്ടു. Because Noah is preaching about something that has never happened before. കാരണം അവരുടെ ആയുസ്സിൽ അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു പ്രതിഭാസത്തെ കുറിച്ചാകുന്നു നോഹ പ്രസംഗിച്ചത്. There was no rain till that time. അന്നേ വരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. Now this man is preaching, he himself, his lifestyle is an odd lifestyle because he doesn't fit into the generation of his time. അന്നേ വരെ മഴ പെയ്യാതിരുന്ന ആ ഒരു അത്ഭുത പ്രതിഭാസത്തെ കുറിച്ച് പ്രസംഗിച്ച നോഹ ആ തലമുറയ്ക്ക് അന്യനായിരുന്നു. His message was different. അവന്റെ പ്രസംഗം ആ തലമുറയ്ക്ക് യോജിച്ചതായിരുന്നില്ല. His lifestyle was different. അവന്റെ ജീവിതം ആ തലമുറയ്ക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. His work was different. അവന്റെ പ്രവൃത്തി പോലും വ്യത്യസ്തമായിരുന്നു. So it was so hard for the people to accept him. അതുകൊണ്ട് അവന്റെ തലമുറയ്ക്ക് അവനെ ഉൾക്കൊള്ളുക എന്നുള്ളത് ദുഷ്കരമായിരുന്നു. But Noah didn't care. പക്ഷേ നോഹ അതൊന്നും He കാര്യമാക്കിയില്ല. wholeheartedly did what the Lord asked him to do. നോഹ പൂർണ്ണ ഹൃദയത്തോടെ ദൈവം തന്നോട് എന്തു പറഞ്ഞുവോ അത് ചെയ്തു വന്നു. Even though people questioned him.
ജനം അവനെ ചോദ്യം ചെയ്തിരുന്നു. Even though he didn't see what the rain looks like, മഴ എന്ന് പറയുന്നത് എന്താണെന്നതിനെ കുറിച്ച് ജനം അവനെ ചോദ്യം ചെയ്തു. but even though he didn't see it, he believed it. നോഹ മഴ എന്തെന്നതിനെ കുറിച്ച് കണ്ടില്ലെങ്കിലും ദൈവം പറഞ്ഞതിന് തക്കവണ്ണം പ്രവർത്തിച്ചു. And he continued in the work of the building the ark. ദൈവം പറഞ്ഞതിനനുസരിച്ച് ദൈവം പറഞ്ഞ പ്രകാരം അതേ അളവിൽ അവൻ പെട്ടകം നിർമ്മിച്ചു. Many times he was ridiculed, he was questioned, he was challenged. പലപ്പോഴും തന്റെ പ്രവർത്തികളെ മധ്യേ അവൻ പരിഹസിക്കപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു, തന്റെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. He didn't care for those things. പക്ഷേ അതൊന്നും അവൻ കാര്യമാക്കിയില്ല. You know why? എന്താണെന്ന് കാരണം എന്നറിയാമോ? His lifestyle was different. അവന്റെ ജീവിത രീതി വ്യത്യസ്തമായിരുന്നു. He was walking with God. അവൻ ദൈവത്തോട് ചേർന്ന് He നടന്നവനായിരുന്നു. knew what he is preaching. അവൻ പ്രസംഗിക്കുന്നത് എന്താണെന്ന് അവന് വ്യക്തതയുണ്ടായിരുന്നു. He knew what he heard from the Lord. ദൈവത്തിൽ നിന്ന് താൻ കേട്ടതിനെ കുറിച്ച് അവൻ അറിയാമായിരുന്നു. He knew this ark is not something that he cooked up, he dreamed, but God spoke to him directly. തന്റെ പേക്കിനാവിൽ നിന്നോ തന്റെ സ്വപ്നത്തിൽ നിന്നോ ഉരുവായ ഒന്നല്ല ഈ പെട്ടകം, മറിച്ച് ദൈവം തിരുവായി മൊഴിഞ്ഞതാണെന്ന് അവൻ അറിയാമായിരുന്നു. He was so fully convinced that he heard from the Lord. ദൈവത്തിൽ നിന്ന് താൻ കേട്ടു എന്നുള്ളതിനെ കുറിച്ച് തനിക്ക് പൂർണ്ണമായും വ്യക്തതയുണ്ടായിരുന്നു. So he kept on building the ark. അതുകൊണ്ട് തന്നെ തന്റെ പെട്ടകത്തിന്റെ പണിയിൽ അവൻ പുരോഗമിച്ചു. And also preached to the people about the coming judgment of God. ദൈവത്തിന്റെ ആസന്നമായ ന്യായവിധിയെ കുറിച്ച് അവൻ തന്റെ തലമുറയിൽ പ്രസംഗിച്ചു. Dear brothers and dear sisters, let me tell you something. പ്രിയ സഹോദര സഹോദരി, ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. Whether you believe it or not, the judgment is going to come upon this world. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ തലമുറയിൽ ദൈവത്തിന്റെ ന്യായവിധി വരും. Sin will be judged by God. ദൈവത്താൽ പാപത്തെ ദൈവം ന്യായം വിധിക്കും. Wickedness will be judged by God. ദുഷ്ടത ദൈവത്താൽ ന്യായം And വിധിക്കപ്പെടും. there is only one way for salvation. അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരൊറ്റ മാർഗമേ Get ഉള്ളൂ. into the ark of God built by the man of God. ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവപുരുഷനാൽ പണിയപ്പെട്ട ദൈവത്തിന്റെ പെട്ടകത്തിൽ അഭയം So പ്രാപിക്കുക. this shows the character of our God. ഇത് നമ്മുടെ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തെയാണ് അനാവരണം ചെയ്യുന്നത്. You cannot complain God or question God. നിനക്ക് ഒരിക്കലും ദൈവത്തോട് പരാതി പറയുവാനോ ദൈവത്തെ ചോദ്യം ചെയ്യുവാനോ അവകാശമില്ല. Because God has already given you an opportunity for repentance. കാരണം നിന്റെ കണ്ണിന്റെ മുമ്പിൽ പശ്ചാത്താപത്തിന്റെ അവസരം ദൈവം നിരത്തി വെച്ചു. God has sent a man to repent, to preach about the judgment of God. ദൈവത്തിന്റെ പെയ്തിറങ്ങുന്ന ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കുവാൻ ആ തലമുറയിൽ ദൈവം ഒരു പുരുഷനെ ഉയർത്തി. And the ark is an excellent example of God's judgment going to come into this world. ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ ഉദാത്തമായ ഉദാഹരണമായിരുന്നു നോഹ പണിതീർത്ത പെട്ടകം. So our God is a God who will give an opportunity for every individual for repentance. അതുകൊണ്ട് നാം സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, മുഖപക്ഷം കൂടാതെ എല്ലാവർക്കും പശ്ചാത്തപിക്കുവാൻ അവസരം കൊടുക്കുന്ന നീതിമാനായ ദൈവമാകുന്നു. For every individual he will give one chance. എല്ലാവർക്കും ആയുസ്സിൽ ഒരു അവസരം ദൈവം കൊടുക്കും. For every individual he will give you one chance. എല്ലാ വ്യക്തികൾക്കും ആയുസ്സിൽ അവസരം ലഭിക്കും. For some he may give 2 or 3 chances. ചിലർക്ക് ഒന്നിലധികം അവസരങ്ങൾ ലഭിച്ചേക്കാം. But dear brother and dear sister, പ്രിയ സഹോദര സഹോദരി, our God is a righteous God. That's why he is giving an opportunity for everyone. നമ്മുടെ ദൈവം നീതിമാനായതുകൊണ്ടാണ് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഇടതടവില്ലാതെ ദൈവം അവസരങ്ങൾ തരുന്നത്. And now again the story goes on. തുടർന്നും കഥ പുരോഗമിക്കുകയാണ്. You know, the Noah finally built the ark. അവസാനം നോഹ പെട്ടകം പണി തീർത്തു. The building of the ark is over now. പെട്ടകത്തിന്റെ പണി അതിന്റെ സമാപ്തിയിലെത്തി. Nobody turned with Noah. ആരും ഈ നോഹയോടൊന്നും പറഞ്ഞില്ല. Nobody turned with him to accompany and obey the word that Noah preached. നോഹ പ്രസംഗിച്ച പ്രവൃത്തിക്ക് തക്കവണ്ണം നോഹയോട് ചുമല് കൊടുക്കുവാൻ ഒരു വ്യക്തിയും അവശേഷിച്ചില്ല. The theologians say that Noah preached about 120 years. വേദപണ്ഡിതന്മാർ പറയുന്നു 120 വർഷം നോഹ പ്രസംഗിച്ചു എന്ന്. But he didn't get a single convert. പക്ഷേ ഒരു വ്യക്തി പോലും മനം തിരിഞ്ഞു വന്നില്ല. The Bible doesn't say that Noah preached for 120 years, but scholars say he preached for 120 years. 120 വർഷം പ്രസംഗിച്ചു എന്ന് വേദപുസ്തകം പരാമർശിക്കുന്നില്ല. പക്ഷേ വേദപണ്ഡിതന്മാർ പറയുന്നു 120 വർഷം നോഹ പ്രസംഗിച്ചു എന്ന്. But nobody turned to him. പക്ഷേ ഒരു വ്യക്തി പോലും മനം തിരിഞ്ഞു വന്നില്ല. Nobody accepted his word. ഒരു വ്യക്തി പോലും അവന്റെ വാക്കിനെ ഏറ്റെടുത്തില്ല. But the ark is completed now. പക്ഷേ ഇപ്പോൾ പെട്ടകം പണി തീർക്കപ്പെട്ടിരിക്കുന്നു. As God promised, the rain started to come. ദൈവം നോഹയോട് വാഗ്ദത്തം ചെയ്തതുപോലെ മഴ പെയ്തിറങ്ങി. And before the rain comes, മഴ പെയ്യുന്നതിന് മുൻപായി the animals and the birds, all the living creatures entered into the ark. ജീവനുള്ള സകലതും പറവജാതികളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും
പെട്ടകത്തിലേക്ക് കടന്നു Even that didn't open the eyes of the so-called wise man. പ്രാണികൾ ഇങ്ങനെ പെട്ടകത്തിലേക്ക് നടന്നു വരുന്നത് കണ്ടിട്ട് പോലും ബുദ്ധിമാൻ എന്ന് നിരൂപിക്കുന്ന മനുഷ്യന്റെ കണ്ണു തുറന്നില്ല. Even that didn't open the eyes. അത്തരം പ്രതിഭാസം കണ്ടിട്ട് പോലും ബുദ്ധിമാൻ എന്ന് നടിക്കുന്ന മനുഷ്യന്റെ കണ്ണു തുറന്നില്ല. You look around the world, that will open your eyes. ചുറ്റുപാടും നിന്റെ കണ്ണുകളെ തുറന്നുകൊണ്ട് നോക്കുക. The things around the world declares about the Creator and God's judgment in the world. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നമ്മളോട് വാക്കും ഭാഷണവും കൂടാതെ ഒരു പരമാർത്ഥം വിളിച്ചു പറയുന്നുണ്ട്. ഒരു സൃഷ്ടിതാവാം ദൈവമുണ്ടെന്നും ദൈവത്തിന്റെ ന്യായവിധി ആസന്നമായിരിക്കുന്നുവെന്നും. The obedience of the animal kingdom did not open the eyes of the humanity. ഈ മിണ്ടാ പ്രാണികൾ കാണിച്ച അനുസരണം പോലും മാനവരാശിയുടെ കണ്ണു തുറക്കുവാൻ പര്യാപ്തമായി തീർന്നില്ല. But the flood came one day. ഒരു ദിവസം ദൈവം പറഞ്ഞതുപോലെ പ്രളയം പെയ്തിറങ്ങി. What does this show? എന്താണ് ഈ കാണിക്കുന്നത്? Our God is a God who will keep his promise. നമ്മുടെ ദൈവമോ തന്റെ വാക്കുകൾ നിവർത്തിക്കുന്ന വാക്കുമാറാത്ത ദൈവമാകും. He's a promise keeper. അവിടുന്ന് വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാകും. If he has said anything to you, he will keep that promise. നിങ്ങളുടെ ജീവയാത്രയിൽ ദൈവം എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് നിർവഹിക്കുക തന്നെ God ചെയ്യും. told Noah that he is going to demolish this world. You have to build an ark for your salvation. ദൈവം നോഹയോട് പറഞ്ഞു, നീ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണി തീർക്കുക. ഞാൻ ജലപ്രളയത്തെ അയച്ച് ഈ മാനവരാശിയെ ന്യായം വിധിക്കുവാൻ പോകുന്നു. And when the ark was completed, പെട്ടകത്തിന്റെ പണി തീർക്കപ്പെട്ട മാത്രമേ the judgment came into this world. ദൈവത്തിന്റെ ന്യായവിധി ആ തലമുറയിൽ പെയ്തിറങ്ങി. God kept his promise. ദൈവം തന്റെ വാഗ്ദത്തത്തെ സൂക്ഷിച്ചു. What does this flood story reveal to us this morning? ഈ ജലപ്രളയ കഥ ഇന്ന് പകൽക്കാലം നമ്മളോട് വിളിച്ചു പറയുന്നത് എന്താകുന്നു? Our God is a promise keeper. നമ്മുടെ ദൈവമുണ്ടല്ലോ, അവിടുന്ന് വാഗ്ദത്തങ്ങളെ നിർവഹിക്കുന്ന ദൈവമാണ്. If he has promised anything to you, dear brother and dear sister, പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതയാത്രയിൽ ദൈവം എന്തെങ്കിലും നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ he will keep that promise. അവിടുന്ന് അത് നിർവഹിക്കുക He തന്നെ will keep ചെയ്യും. that promise. അവിടുന്ന് അത് നിർവഹിക്കുക So തന്നെ ചെയ്യും. chapter 6 and all through the flood story we learn these things about our God. ആറാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ഈ ജലപ്രളയത്തിന്റെ കഥ ഇത്തരം പരമാർത്ഥങ്ങളാണ് നമ്മെ വിളിച്ചുണർത്തുന്നത്. Number 1, God grieves over sin and the wickedness of mankind. മാനവരാശിയുടെ ദുഷ്ടതയെയും പാപത്തെയും ഓർത്ത് ഹൃദയവേദനയുള്ള ഒരു ദൈവം. God will punish wickedness and sin. ദുഷ്ടതയെയും പാപത്തെയും ന്യായം വിധിക്കുന്ന ദൈവം. God shows his favor to the righteous people. നീതിമാന്മാരായ ജനങ്ങളുടെ മേൽ പ്രസാദത്തെ വർഷിക്കുന്ന ദൈവം. God will partner only with the righteous people. ഏതൊരു തലമുറയിലും നീതിമാന്മാരോട് മാത്രം പങ്കാളിത്തം സ്ഥാപിക്കുന്ന ദൈവം. Righteous will always be protected and rewarded by God. ഏത് തലമുറയിലും നീതിമാന്മാർ സൂക്ഷിക്കപ്പെടും, നീതിമാന്മാർ ആദരിക്കപ്പെടും. God will give an opportunity for every individual for repentance. ഏതൊരു വ്യക്തിക്കും പശ്ചാത്താപത്തിനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കും. And God will keep his promise. അത് മാത്രമല്ല, തന്റെ വാഗ്ദത്തങ്ങൾ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാകും. So this morning പകൽക്കാലം you can either receive him or reject him. നിനക്ക് ഈ ദൈവത്തെ സ്വീകരിക്കാം, നിരാകരിക്കാം. You can either turn away from your sinful ways of life and enter into the ark of the Lord and obey him. നിനക്ക് നിന്റെ പാപവഴികളെ വിട്ട് നിന്റെ രക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഈ പെട്ടകത്തിൽ അഭയം പ്രാപിക്കാം. Or you can ignore the word of God and die and be destroyed in the judgment of God. അതല്ല, ദൈവത്തിന്റെ ആസന്നമായ ന്യായവിധിയെ കുറിച്ചുള്ള അപായ സൂചന നിനക്ക് വേണമെങ്കിൽ അവഗണിക്കാം. ഈ ലോകത്തോടുകൂടെ നശിക്കപ്പെടാം. God has given you one more opportunity for repentance. ദൈവം നിന്റെ ആയുസ്സിൽ നിനക്ക് പശ്ചാത്തപിക്കുവാൻ അനുദപിക്കുവാൻ ഒരു അവസരം കൂടി ഇന്ന് പകൽക്കാലം തന്നിരിക്കുകയാണ്. One more chance to turn to God. ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള ഒരു അസുലഭ സന്ദർഭം. One more chance to get away from the judgment of God and be a part of God's favor and grace. ദൈവത്തിന്റെ ആസന്നമായ ന്യായവിധിയിൽ നിന്നും രക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ കണ്ണിൽ പ്രസാദം ആർജിക്കുവാനുള്ള ഒരു അസുലഭ സന്ദർഭം തരികയാണ്. It's totally up to you what you want to choose. പ്രിയരേ, അത് തീർത്തും നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായ ഒരു കാര്യമാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. It's totally up to you which way you want to choose. ഏതു വഴികൾ തിരഞ്ഞെടുക്കണമെന്നുള്ളത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായ ഒരു ദൗത്യമാകുന്നു. You can continue to live in sin and be a part of God's judgment, or you can turn away from your wicked ways of life and enjoy the favor and blessings of God. ഒന്നുകിൽ നിങ്ങൾക്ക് പാപവഴികളിൽ ജീവിച്ച് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിങ്ങൾക്ക് അകപ്പെടാം, അല്ലെങ്കിൽ പാപവഴികളോട് യാത്ര പറഞ്ഞ് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷയിൽ അഭയം പ്രാപിക്കാം. Shall we close our eyes this morning? പകൽക്കാലം നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ? Our loving Heavenly Father, ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ പിതാവേ, thank you for opening our eyes to see who you are. അങ്ങ് ആരാണെന്ന് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം. Thank you for the opportunity you have given us to repent about our sins and turn away from sins and turn to you.
കർത്താവേ, പാപത്തെയും പാപവഴികളെയും വിട്ട് അങ്ങിലേക്ക് തിരിയുവാൻ ഞങ്ങളുടെ ആയുസ്സിൽ ഇന്ന് പകൽക്കാലവും ഒരവസരം തന്നതിനായി സ്തോത്രം. Thank you for reminding us that you are a God who will give one more chance. ഇന്ന് പകൽക്കാലം കൂടി അങ്ങയുടെ ദിവ്യ സ്വഭാവത്തെ കുറിച്ച് ഞങ്ങളെ വെളിപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ ആയുസ്സിൽ ഒരവസരം കൂടി തന്ന് ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമാണെന്ന്. Thank you for all the opportunities you have given to us. കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൽ അങ്ങ് തന്ന എല്ലാ അവസരങ്ങൾക്കുമായി നന്ദി. Just like Noah, we want to obey you. കർത്താവേ, നോഹ് അനുസരിച്ചതുപോലെ ഞങ്ങളും അങ്ങയെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Just like Noah, we want to walk with you. കർത്താവേ, നോഹയെ പോലെ അങ്ങയോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Just like Noah, we want to partner with you. കർത്താവേ, നോഹയെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് പങ്കാളിത്തം സ്ഥാപിക്കുമാറാകണമേ. And live for your glory. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. Jesus' name. യേശുവിൻ നാമത്തിൽ. Amen.